തിരുവനന്തപുരത്ത് നിന്ന് തെങ്കാശിയിലേക്ക് നാടുവിട്ട കോളേജ് വിദ്യാർത്ഥിയെ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും രക്ഷിതാക്കളെ ഏൽപ്പിച്ച കെഎസ്ആർടിസി ജീവനക്കാർ സജിയും അനിൽകുമാറും. തമിഴ്നാട്ടിൽ എന്നേക്കും അകപ്പെട്ടു പോകുമായിരുന്ന ഒരു വിദ്യാർത്ഥിയെ തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ ആയത് ബസ് യാത്രക്കാർ. വിവരം സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെ താരങ്ങളായി മാറി കണ്ടക്ടറും ബസ് ഡ്രൈവറും. വർഷങ്ങളായി വിവിധ ബസ്സുകളിൽ ഒരുമിച്ച് യാത്ര നടത്തിയവരാണ് സജിയും അനിൽകുമാറും. ബുധനാഴ്ച തെങ്കാശി ബസ്സിലായിരുന്നു ഇവരുടെ ഡ്യൂട്ടി. ഉച്ചയ്ക്ക് 2 മണിയോടെ പുറപ്പെട്ട തിരുവനന്തപുരം തെങ്കാശി ട്രിപ്പിൽ വൈകിട്ട് 5:30 തെങ്കാശിയിൽ എത്തി. തുടർന്നുള്ള ട്രിപ്പ് 1 മണിക്കൂറിന് ശേഷമാണെന്ന് ജീവനക്കാർ വിശ്രമിക്കാൻ ഇരിക്കുന്നതിനിടയിലാണ് യുവതി ബസ് സ്റ്റാൻഡിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടത്. തുടർന്ന് യുവതിയുടെ അടുക്കലേക്ക് 2-3 ആൾക്കാർ വന്ന് നിൽക്കുന്നതും കണ്ടപ്പോൾ ഡ്രൈവർക്ക് ചെറിയ സംശയം തോന്നി. അങ്ങനെ ഈ കുട്ടിയുടെ അടുത്തേക്ക് പോവുകയും വിവരങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് കുട്ടി ആദ്യം ഒന്നും പറയാൻ തയ്യാറായില്ല. തെങ്കാശി കാണാനാണെന്ന് പറഞ്ഞ്. തുടർന്ന് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ഉണ്ടായ സംശയം കൂടുതലായതിനാൽ കുട്ടിയോട് കൂടുതൽ തന്നെ അന്വേഷണം നടത്തി. എവിടെയാണ് വീട്, എന്തിനാണ് ഇവിടെ വന്നതെന്നുള്ള. തെങ്കാശി കാണാൻ, രാത്രി തെങ്കാശി എന്താണ് കാണാനുള്ളതെന്ന് ഡ്രൈവറുടെ ചോദ്യത്തിനും കുട്ടി പതറി നിൽക്കുകയായിരുന്നു. അവസാനം കുട്ടിയോട് ചോദ്യം ചെയ്ത് വന്നപ്പോൾ കുട്ടി എല്ലാം മറുപടിയും പറയുകയായിരുന്നു. തനിക്കിന്ന് പരീക്ഷയായിരുന്നു, പരീക്ഷ എഴുതിയാൽ താൻ തോറ്റുപോകും, അതിനാൽ ഭയത്തിനാലാണ് നാട് വിട്ട് എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാതെ തെങ്കാശി ബസ് കണ്ടപ്പോൾ കയറിയതെന്നും ജീവനക്കാരോട് യുവതി പറഞ്ഞു. സ്വന്തം സ്ഥലം എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അത് വിതിരയാണെന്ന് പറഞ്ഞു. ഡിപ്പോയിൽ ജോലി ചെയ്ത ഡ്രൈവർ അനിൽകുമാർ സമീപത്തുള്ള കെഎസ്ആർടിസി ജീവനക്കാരനെ കുറിച്ച് ചോദിച്ചപ്പോൾ അറിയാമെന്ന് പറഞ്ഞു. അതിനെ തുടർന്ന് കുട്ടിയുടെ വീട് മനസ്സിലാക്കുകയും വിതുര പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുകയും പോലീസ് വീട്ടിൽ കുഞ്ഞിനെ കാണാതെ ഇരിക്കുന്ന അച്ഛനമ്മമാർക്ക് ഇത് അറിഞ്ഞപ്പോൾ വളരെ ആശ്വാസമായിരുന്നു. തുടർന്ന് കുട്ടി തിരിച്ചു വരാൻ തയ്യാറല്ലായിരുന്നു. അച്ഛനും അമ്മയും പരീക്ഷയ്ക്ക് തോറ്റുപോയാൽ യാതൊരുവിധ പ്രശ്നവും ഇല്ല എന്നല്ല, പൂർണ്ണ വിശ്വാസത്തോടെ കുട്ടിക്ക് വിശ്വസിക്കുന്ന രീതിയിൽ സംസാരിച്ച് ഒത്തുതീർപ്പ് ഉണ്ടാക്കിയ ശേഷമാണ് കുട്ടി തിരിച്ച് തിരുവനന്തപുരത്തേക്കുള്ള യാത്രയിൽ ബസ്സിൽ കയറുകയും കണ്ടക്ടറും ഡ്രൈവറുമായ സജിയും അനിലും തിരിച്ച് ഈ പെൺകുട്ടിയെ മാതാപിതാക്കളുടെ അടുത്തേക്ക് എത്തിക്കുകയും ചെയ്തു. തുടർന്ന് വളരെ സന്തോഷത്തോടെ തന്നെ പെൺകുട്ടി മാതാപിതാക്കളോടെ പോവുകയും ചെയ്തു. മടക്കയാത്രയിൽ വഴിയോരത്ത് ഭക്ഷണം കഴിക്കാൻ നിർത്തി. ആഹാരം കഴിക്കാൻ ജീവനക്കാർ വിളിച്ചെങ്കിലും വേണ്ട എന്നായിരുന്നു കുട്ടിയുടെ മറുപടി. തുടർന്ന് അച്ഛനമ്മമാരോടൊപ്പം സഹകരിച്ച് തന്നെ സന്തോഷത്തോടെ പോവുകയും ചെയ്തു.